ഹലോ ഫ്രണ്ട്സ്, ഐ എം ശ്രുതി ഫ്രം ലോലിപോപ്സ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ് ഇൻഡോ വെസ്റ്റേൺ ഡ്രസ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ ഞങ്ങൾ ഡിഫറെൻറ്റ് മോഡൽസ്, ഡിഫറെൻറ്റ് ഫാബ്രിക്സിൽ കൊണ്ടുവരാറുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഒരു ക്രഷ്ഡ് ഫീലിംഗ് ആണ്. നമുക്കിത് അയൺ ചെയ്യാതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര പെട്ടെന്ന് നമ്മൾ വാഷ് ചെയ്തിട്ട് അതുപോലെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. നല്ല ഭംഗിയാണ്. ബിക്കോസ് അതിന് ഇതിൻ്റെ ക്ലോസ് നോക്കുമ്പോൾ മനസ്സിലാവും. ബിക്കോസ് അതിന് ആസ് ഇറ്റ് ഈസ് തന്നെ കുറച്ച് ക്രഷ്ഡ് ഫീലിങ്ങിലാണ് ഈ ഒരു ഫാബ്രിക് വരുന്നത്. കുറച്ചൊരു ചുളിവ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. പ്രിറ്റി ആയിട്ടുള്ള ബിസി പ്രിൻസ് ആണ്, ബിസി ഫ്ലോറൽ പ്രിൻസ് ആണ്. 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. സൈഡ്സിലായിട്ട് ബട്ടൺ ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. ഈ ഒരു കണ്ടോ, ഇങ്ങനെ സൈഡിലായിട്ട് വരും. ആദ്യത്തെ 3 നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, ബാക്കി ഇങ്ങനെ വരും. എന്നിട്ട് ഈ ഒരു സൈഡ് സ്ലിറ്റും പോയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ബാക്കിൽ ഇതുപോലെ സ്മോക്കിംഗ് ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമുക്ക് ക്യാഷ്വൽ ഔട്ടിങ്ങിനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നതാണ്. പ്രൈസ് വരുന്നത് 949 ആണ്. ഞാൻ എപ്പോഴും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, ഓരോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൻ്റെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കണം എന്നില്ല എല്ലാ ഫാബ്രിക്സും. ഇത് ഞാൻ പറഞ്ഞു, ഒരു കൈൻഡ് ഓഫ് ഒരു ക്രഷ് ചെയ്തിട്ടാണ് വരിക. എന്ത് പറയുന്നത്, ഒരു ക്രേപ്പിൻ്റെ ഒക്കെ ഒരു ലുക്ക് എന്ന് വെച്ചാൽ എക്സാക്ട് ക്രേപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെയൊക്കെ നമുക്ക് തോന്നാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചോയ്സാണ് കേട്ടോ, ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ളത് ചിലപ്പം വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നോക്കിയിട്ട് മേടിക്കുക. പ്രൈസ് വരുന്നത് 949. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രോഡക്ട്സ് ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നത്. നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നോക്കാം. അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡിലും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. ഫുള്ളി ഒരു ജംഗ്ലി ആയിട്ടുള്ള ഒരു ബിസി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല ഭംഗിയാണ്. കാഷ്വലി ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 949. 7 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിനകത്തും സെയിം ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ സൈഡ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. 3 ബട്ടൺസ് ഓപ്പണബിൾ ആയിട്ടാണ് വരിക. ഇലാസ്റ്റിക് കബാൻഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണേലും സ്ലീവ് വെക്കാം, അതല്ല ഇച്ചിരി കൂടെ ഇറക്കിയിട്ട് വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 949. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് നോക്കാം. ലാസ്റ്റ് കളറാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ, ബ്ലൂ, ഗ്രേ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. ഒരു ഡീപ്പർ കളറാണ്. അതിനകത്തേക്കും ഇതുപോലെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. 2 സൈഡ് പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ഫീലാണ്. അപ്പം നിങ്ങളുടെ ചോയ്സ് ആണ് ഇതെന്നുണ്ടെങ്കിൽ, ബിക്കോസ് എനിക്ക് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലൂടെ പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരിക്കലും നമ്മൾ തൊട്ട് നോക്കുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ആകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതും ഡിപ്പെൻസ്, ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. അപ്പം ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണ്, കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രോഡക്ട്സ് ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നത്. എന്തെങ്കിലും ഓർഡർലേറ്റഡ് കംപ്ലയിൻറ്റ്സ്, കൺസേൺസ്, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലെ കംപ്ലയിൻറ്റ് പോർട്ടൽ റേസ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങളിപ്പം M ആണ് സൈസ് നമ്മുടെ നിന്ന് ഓർഡർ ചെയ്തത്, നിങ്ങൾക്ക് കിട്ടിയത് M ആണ്, പക്ഷേ അതിനകത്ത് സൈസ് കുറച്ചുകൂടി വലുതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക. മെഷർ ചെയ്തിട്ട് നമ്മുടെ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഓരോ പ്രോഡക്റ്റിനും ഓരോരോ സൈസ് ചാർട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് റിസീവ് ചെയ്ത പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് പോർട്ടൽ റേസ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ടീവ് നിങ്ങൾ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യും, ഇമേജസ് ചോദിക്കും. അത് വെച്ചിട്ട് നമ്മളത് റിട്ടേൺ ഇനിഷ്യേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ അയ്യോ ഇതിന് റിട്ടേണേ ഇല്ല, അങ്ങനെയല്ല. സ്പെസിഫിക് കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ റിട്ടേൺ എടുക്കുന്നത്. അതിൻ്റെ കേസസ് നോക്കിയിട്ട് റീഫണ്ട് ആണെങ്കിൽ റീഫണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ പ്രോഡക്റ്റ്, അങ്ങനെ എന്താണോ നെക്സ്റ്റ് ഇതാക്കും. ഒരു പ്രോഡക്റ്റ് മേടിച്ച് കഴിയുമ്പോൾ ചിലപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇതൊരിക്കലും ഓട്ടോമേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ഒരു മെഷീനൊന്നും അല്ല ചെക്ക് ചെയ്യുന്നത്. അപ്പം ഹിയർ ആൻഡ് ദെയർ മിസ്സസ് വരും, മനുഷ്യരാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോളിസി വെച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്ന ഡ്രസ്സിൻ്റെ നിങ്ങളിപ്പോൾ ഒരു M ഓർഡർ ചെയ്തിട്ട് XL ആണ് കിട്ടിയതെങ്കിൽ റേസ് ചെയ്യുക. നിങ്ങളുടെ ഇൻവോയ്സിൽ ഉള്ളതല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് റേസ് ചെയ്യുക, നമ്മൾ റിട്ടേൺ എടുക്കും. M ഓർഡർ ചെയ്ത് M തന്നെ കിട്ടി, പക്ഷേ M-ൻ്റെ സൈസ്, പിന്നെ ചില ഫാബ്രിക്സ് നമ്മൾ കുറച്ച് എന്താണ് ഇത് കുറച്ച് ഷ്രിങ്ക് ആവുന്ന കൈൻഡ് ഓഫ് ഫാബ്രിക് ആണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ലൂസനായിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ അതുപോലെ പാനൽ കട്ട് അനാർക്കലി ആണെങ്കിൽ കുറച്ച് ലൂസനപ്പ് ആയിട്ടായിരിക്കും നമ്മളത് ചെയ്യുക. അത് ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറയുന്നതാണ്. അതല്ലാതെ നമ്മൾ ഒരു നോമിനൽ മാർജിൻ ഉണ്ടല്ലോ, അതല്ലാതെ പിന്നെയും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വലുതാണ്, M കിട്ടിയത് XL-ൻ്റെ സൈസ് ആണല്ലോ, XXL-ൻ്റെ സൈസ് ആണെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്യുക. അതിനാണല്ലോ നമ്മൾ കംപ്ലയിൻറ്റ് പോർട്ടൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കംപ്ലയിൻറ്റ് പോർട്ടൽ റേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുക. ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്ന് വന്നുള്ള ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ തന്നെ റിട്ടേൺ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ റീഫണ്ടോ ആണ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.